ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വൈറ്റ് സാരിയിൽ ഫ്ലോറൽ പ്രിൻ്റുള്ള സാരിയാണ്. ഇതിൽ നെറ്റ് കോട്ടയാണ് ഈ മെറ്റീരിയൽ. ഇതിൽ ബോർഡർ വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിൻ്റാണ്. രണ്ട് സൈഡിലും വരുന്നുണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. സൈഡിൽ ഒരു ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ സാരിയുടെ പല്ലു വരിക. രണ്ട് സൈഡിൽ ഈ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാവുന്ന, വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ഇതിൽ ഞാൻ വേറെ രണ്ട് ടൈപ്പ് സാരികളും കൂടെ കാണിക്കുന്നുണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരിയാണിത്. ഇതിൽ രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരിക. അതുപോലെ ബോഡി പാർട്ടിൽ വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക. പിന്നെ ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ലു വരിക. സൈഡിൽ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഉൾഭാഗം വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിന് മാത്രം ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. നമുക്കിതിനെ വൺ പ്ലേറ്റ് ആയിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ടും ഇത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. ഇനിയിപ്പം ഇതിൻ്റെ ഈ സിംഗിൾ കളറിൽ ബ്ലൗസ് ഇടണമെങ്കിൽ വേറെ ബ്ലൗസിനും ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. അതും നല്ല ഭംഗി തന്നെയായിരിക്കും. സൈഡിൽ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുന്നത് ടെസറിലും. ഇതിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വരിക. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരിക. ഇങ്ങനെയാണ് ഹാഫായിട്ടും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. അതുപോലെ ബോർഡറിൽ തിക്കായിട്ട് തന്നെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. ഓഫ് വൈറ്റ് ഷെയ്ഡാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് ലോവർ പോർഷനിൽ ഈ കട്ട് വർക്കും ഈ എംബ്രോയ്ഡറി വർക്കും ഓൾ ഓവർ വരുന്നുണ്ട് ലോവർ പോർഷനിൽ. പിന്നെ പല്ലു ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിലെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നത്. സൈഡിൽ ഈ ബോർഡർ ഇങ്ങനെ വരുന്നു. വെയ്റ്റ്ലെസ് ആണ് സാരി. അതുപോലെ ടെസറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെയാണ് ഈ വർക്ക് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇതൊരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന സിൽക്കി കോട്ട സാരിയാണ്. ഇതിന് രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. അതുപോലെ ഓൾ ഓവർ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഈ സൈഡിൽ ഈ ഭാഗം വരെയും ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗം വരിക. പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡറും നല്ല തിക്കായിട്ട് വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എന്നാൽ ഒത്തിരി ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. സിൽക്കി കോട്ടയാണ്. നമുക്ക് വാഷബിളാണിത്. ഈ സൈഡിൽ ഇത് കണ്ട ഈ ബോർഡർ ഇങ്ങനെയാണ് വരിക. ഈ ബോർഡർ ഓൾ ഓവർ ഇതിൻ്റെ ലോവർ പോർഷനിൽ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ ഈ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതിലൊരു ലെമൺ യെല്ലോ ഡോട്ട്സും കൂടെ അങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കും കൂടെ ഇതിൽ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2245 ആണ്. ഇതും ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഇതിൽ രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഇപ്പം ഞാൻ കാണിച്ചതിനും ഇതിൽ ബോർഡറിലുള്ള എംബ്രോയ്ഡറി വർക്കിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്കിലും മാറ്റമുണ്ട് കേട്ടോ. സ്വല്പം വലിയ ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരിക. പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബോർഡർ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കിലും വരും. നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നത്. ഒരു ലെമൺ യെല്ലോ ഷെയ്ഡും കൂടെ അതിൽ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇത് പല്ലുവായിട്ട് വരുന്നു. ഇങ്ങനെയാണ് വരിക. പല്ലുവിൽ ഈ ഡിസൈൻ ഈ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നു. സൈഡിൽ സ്കാലപ്പ് വർക്ക് വരുന്നു. അതുപോലെ ഫുള്ളായിട്ടും ചെറിയ ആ എംബ്രോയ്ഡറി വർക്ക് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡും കൂടി ഇതിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2245 ആണ്. ഇത് ഞാൻ ഒത്തിരി തവണ കാണിച്ചിട്ടുള്ള കട്ട് വർക്ക് സാരിയാണ് ടെസറിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലും കട്ട് വർക്കിലും മാത്രം ഡിഫറൻസ് ഉണ്ട്. റേറ്റ് സെയിം തന്നെയാണ്, 2149 ആണ്.
അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു, രണ്ട് സൈഡിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നു. അതുപോലെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക, ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. അതുപോലെ ഒരു സെൽഫായിട്ടൊരു ലൈൻ പോലെ ഇതിൽ തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. ഇങ്ങനെ വരുന്നു. ഈ ഡിസൈൻ ഓൾ ഓവറായിട്ട് ലോവർ പോർഷനിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഇങ്ങനെ വരുന്നു, ഫുള്ളായിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2149 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ഒരു കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കേട്ടോ. ഈ ഡിസൈനുകൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഇതാദ്യമായിട്ടാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെ വരുന്നു. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മറ്റൊരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയായിരുന്നു. ഇത് വൈറ്റിൽ തന്നെ മറ്റൊരു കട്ട് വർക്കാണ് വരിക. ഇതിൽ ഡിഫറൻസ് റേറ്റിലും വരുന്നുണ്ട് കേട്ടോ. അതിനിപ്പം നമുക്കൊരു ഡൗട്ടായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞത്. കാരണം ഇതിൻ്റെ കട്ട് വർക്കിലും എംബ്രോയ്ഡറി വർക്കിലും ഡിഫറൻസ് ഉണ്ട്, മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ട്, റേറ്റിലും ഡിഫറൻസ് വരുന്നുണ്ട്. പലതിനും പല റേറ്റിലാണ് വരിക. 2149 മുതൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, വലിയ 100 50 അങ്ങനെ ഓരോ ഡിഫറൻസുകളും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.